നമസ്കാരം, നിലാവാണ്. ഇന്നൊരു യാത്രയിലാണ്. കൊടുങ്ങല്ലൂർ ഒരു നാടൻകുട്ടിനെ കൊടുക്കാൻ വേണ്ടി പോവാണ്. ജെറി അമ്പ സൂക്ഷിച്ചിട്ടുണ്ട്. കുറച്ച് ദിവസമായിട്ട് ഭക്ഷണം കണ്ടിട്ട്, എന്നാൽ ഉടനെ അത് വണ്ടിയുടെ ഇടയിലേക്ക് പോകും എന്നുള്ളൊരു അവസ്ഥ എത്തിയപ്പോഴാണ് നമ്മളതിനെടുത്തത്. അങ്ങനെ എടുത്ത് കൊണ്ടുവന്നു. വളരെ പെട്ടെന്ന് അവൻ പിക്കപ്പ് ചെയ്തു. നന്നായി ഭക്ഷണമൊക്കെ കഴിച്ചു. ഇടയ്ക്കൊരു ചെറിയ പനി വന്നു, എന്നാലും വളരെ പെട്ടെന്ന് മാറി. ചില കുട്ടികളൊക്കെ പിന്നെ വളർച്ചയുടെ സമയത്താണ് സെറ്റായി വരാൻ കുറച്ച് പാടാണ്. ട്രീറ്റ്മെൻറ്റ് കഴിയുമ്പോഴേക്കും അവരാ വളർച്ചയുടെ ദിവസങ്ങൾ കടന്നു പോകും. അപ്പോൾ അതിൻ്റേതായ ഒരു ക്ഷീണം അവർക്ക് കാണാറുണ്ട്. ഇവൻ പെട്ടെന്ന് പിക്കപ്പായി. അങ്ങനെ അവൻ്റെ പോസ്റ്റ് നമ്മൾ FB-ലിട്ടു. കുറേ ആൾക്കാർ വിളിച്ചു. അതിൽ കൊടുങ്ങല്ലൂരിൽ നിന്ന് വിളിച്ചൊരു ടീമിനെ നമുക്ക് അത് ബോധ്യപ്പെട്ടു നന്നായിട്ട്. പിന്നെ അവർക്ക് കണ്ട് വന്നെടുക്കാനുള്ള സംവിധാനമല്ല, അതുകൊണ്ട് കൊണ്ടുവന്നേരാന്ന് പറഞ്ഞു. എൻ്റെ തിരക്ക് കാരണം കൊണ്ടുകൊടുക്കാൻ വേണ്ടി പറ്റിയില്ല. കുറച്ച് ദിവസം ഇങ്ങനെ 4-5 ദിവസം ഡിലേ ആവുന്നു. ദിവസം എന്ന് പറയുമ്പോൾ ഒരാൾ വിളിച്ചു ചോദിക്കും എന്തായി. അതുകൊണ്ട് തന്നെ അവർക്ക് അതിനോട് നല്ല താല്പര്യം ഉണ്ടെന്നുള്ളത് കൂടുതൽ ബോധ്യമായി. ഇന്നിപ്പോൾ ഇതേ കൊണ്ടുകൊടുക്കാൻ വേണ്ടി പോകണം. പൊതുവേ യാത്രകളൊക്കെ എനിക്കിഷ്ടമാണ്, പ്രത്യേകിച്ച് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾക്കുള്ള യാത്ര. ഇത് ഓക്കെയാണ്. അപ്പോൾ പിന്നെ സന്തോഷം നിങ്ങളുമായി ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ജെറിയെ ഡെലിവറി ചെയ്യാൻ വേണ്ടി പോവാണ്. ജെറി അതിലിടക്കൊന്ന് സൂപ്പർ സ്റ്റാറായി. സുനിൽ ഇടത്തിൻ്റെ വൈറൽ ഡയലോഗ് ഉണ്ടല്ലോ, ആ ഇടകൂടൻ ഡയലോഗ്, അത് എഡിറ്റ് ചെയ്ത റീൽ ലക്ഷക്കണക്കിന് ആൾക്കാർ കണ്ടു. ഒരുപാട് ആൾക്കാർ വിളിച്ചതിനോട് ചോദിക്കുന്നൊരു ശ്രദ്ധയപ്പെട്ടൊരു പ്രത്യേക ചോദ്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏതാ ബ്രീഡ് എന്നാണ്. അവർക്ക് നോക്കിയത് നാടൻകുട്ടിയെന്ന് മനസ്സിലാവാനിട്ടല്ല. കുട്ടികളുടെ ആറ്റിറ്റ്യൂഡ് കാണുന്ന സമയത്ത് വല്ലാണ്ട് അങ്ങ് ഇഷ്ടമായി പോകുന്നത്. അപ്പോൾ ഒരു നാടൻകുട്ടിനെ തന്നെ നല്ലപോലെ ശ്രദ്ധിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അവരുമായി നല്ലപോലെ പെരുമാറി അവരുടെ ചില ചലനങ്ങളും പെരുമാറ്റങ്ങളൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്കവരെ അത്രമാത്രം അട്രാക്ഷൻ ആവുമെങ്കിൽ ഏത് ജീവിയെ പിന്നെ അട്രാക്ഷൻ ആവാത്തെ. അപ്പോൾ ജീവികളെ കൊണ്ടുവന്നാൽ കൂട്ടിലിടാതെ നല്ല രീതിയിൽ അവരുമായി പെരുമാറിയിട്ട്, നായ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാലും മുട്ടൊന്നും കിട്ടില്ലല്ലോ, സന്തോഷമാണ് കിട്ടാനുള്ളത്. ആ സന്തോഷം മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. നമ്മളുടെ ഭാവി ജീവിതത്തിന്, നമ്മുടെ ബിസിനസ്, മറ്റുള്ള ആൾക്കാരുമായിട്ട് ഇടപെടുന്ന നമ്മളെ നോർമൽ ലൈഫിന് എനർജി ആവുന്ന രീതിയിലൊരു സന്തോഷം അവരെന്ത് കിട്ടും, അത് അവരുമായി നല്ലപോലെ നമ്മൾ ഇടപഴകിയ കിട്ടും. അങ്ങനെ യൂസ് ചെയ്യുക, അതാണ് ഒരു ഉപദേശം ഫ്രീ ആണ്. അങ്ങനെ യാത്രയാണ്. ഒരു 10-200 ജീവികളിലെങ്കിലും വിഷമം മാറ്റിക്കൊണ്ടാണ് കഴിഞ്ഞൊരു 10-12 കൊല്ലമായിട്ട് കടന്നു പോകുന്നത്. അപ്പോൾ എപ്പോഴും സിമ്പിൾ ലോജിക്കാണ്. നമ്മൾ ആ 10-200 ജീവികളിലേക്ക് ഒരു ദിവസം ഭക്ഷണം കിട്ടാണ്ടാവണമെങ്കിലോ, അല്ലെങ്കിൽ അതിൽ ആർക്കെങ്കിലും എന്തെങ്കിലും അപകടം പറ്റിയാൽ അവരവിടെ കിടന്ന് നിരകിക്കണം എന്നുള്ള ഒരു നിമിത്തം, അല്ലെങ്കിൽ അങ്ങനെ ഒരു വിധി ഉണ്ടെങ്കിൽ മാത്രമേ എനിക്കെന്തെങ്കിലും സംഭവിക്കുള്ളൂ. അതൊന്നും സംഭവിക്കല്ല. അവരൊക്കെ എപ്പോഴും ക്ഷമത്തോടെ ഇരിക്കണം, അവർക്ക് എപ്പോഴും വയറ് നിറയണം, അവരെ വിഷമം മാറണം, ഈ ജീവികൾക്കൊന്നും സംഭവിക്കാൻ പാടില്ല, ഇനി എന്തെങ്കിലും സംഭവിച്ചാൽ തന്നെ അവർക്ക് ട്രീറ്റ്മെൻറ്റ് കിട്ടണം എന്നൊക്കെയാണ് ദൈവനിശ്ചയം എന്നുണ്ടെങ്കിൽ എന്നെ ഫുൾ ഹെൽത്തി ആയിട്ട്, മെൻ്റലി, ഫിസിക്കലി, ഫൈനാൻഷ്യലി ഫിറ്റായിട്ട് ആരോഗ്യപരമായി നിലനിർത്തേണ്ടത് പടച്ചവൻ്റെ ഉത്തരവാദിത്തമാണ്. ഞങ്ങൾ പറയാറുണ്ട് തവക്കൽത്തു അലല്ലാഹ്, അഥവാ എല്ലാ ഭാരവും അള്ളാഹുവിൽ ഏൽപ്പിച്ചിരിക്കുന്നു. അപ്പോൾ പിന്നെ പടച്ചവനാണ് എൻ്റെ കാര്യങ്ങൾ നടത്തിയിരുന്നത്. മനുഷ്യന്മാരെ പോലെയല്ല, ദൈവമായിട്ട് എടുത്ത എല്ലാ കാര്യങ്ങളും വളരെ കൃത്യമായിട്ട് നടത്തുന്നത് എനിക്കറിയാലോ, വളരെ ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്. സന്തോഷമാണ്, ഹാപ്പിയാണ്. അപ്പോൾ നിങ്ങളും സന്തോഷമായിരിക്കുക. എല്ലാവർക്കും നന്മകൾ നേരുന്നു. സന്തോഷമായിരിക്കുക. ഓക്കെ. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി, പുതിയൊരു വിശേഷവുമായി നിങ്ങളുടെ മുന്നിൽ വരുന്നത് വരെ നമസ്കാരം.